സംസ്ഥാനത്ത് വ്യാപക മഴക്കെടുതി. ചേർത്തലയിൽ വെള്ളക്കെട്ടിൽ വീണ ഒരാൾ മരിച്ചു. കോഴിക്കോട് 8 പേർക്ക് ഇടിമിന്നലേറ്റു. വെള്ളക്കെട്ടും കടപുഴകിയ മരങ്ങളും പലയിടത്തും ഗതാഗതം തടസ്സപ്പെടുത്തി. കൊച്ചിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മേയർ എം അനിൽകുമാർ തുറന്നു സമ്മതിച്ചു. ആലപ്പുഴ ചേർത്തലയിൽ റോഡിനോട് ചേർന്ന പാടശേഖരത്തിലേക്ക് വീണാണ് പള്ളിപ്പുറം സ്വദേശി അശോകൻ മരിച്ചത്. മുണ്ടക്കയത്ത് മണിമലയാറ്റിൽ 3 ദിവസം മുമ്പ് ഒഴുക്കിൽപ്പെട്ടയാളുടെ മൃതദേഹം കണ്ടെത്തി. കളപ്പുരയ്ക്കൽ തിലകനാണ് മരിച്ചത്. കോഴിക്കോട് മീൻപിടുത്തത്തിനിടെ കടലിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വടകര സ്വദേശി സജീഷിനും ഇന്ന് ജീവൻ നഷ്ടമായി. മലപ്പുറം താനൂരിൽ നിന്ന് മീൻപിടുത്തത്തിനു പോയ 2 വള്ളങ്ങൾ ശക്തമായ കാറ്റിലും തിരയിലും പെട്ടുമറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്നവരെ ബോട്ടിലെത്തിയ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ 8 പേർക്ക് മിന്നലേറ്റു. ലോറിയുടെ മുകളിൽ കയറി പണിയെടുക്കുകയായിരുന്ന 2 പേർ മിന്നലേറ്റ ആഘാതത്തിൽ താഴെ വീണു. പത്തനംതിട്ട ഏഴംകുളത്ത് കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണു. യാത്രക്കാർ സുരക്ഷിതരാണ്. വടകര പയ്യോളി കൊയിലാണ്ടി മേഖലകളിൽ കനത്ത മഴയിൽ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മഴ കുറഞ്ഞിട്ടും എറണാകുളത്ത് വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. പാലാരിവട്ടം, കാക്കനാട്, കളമ്പശ്ശേരി, ചങ്ങമ്പുഴ നഗർ റോഡുകളിലാണ് പ്രശ്നം രൂക്ഷം. മഴക്കാലപൂർവ്വ ശുചീകരണം പൂർത്തിയാക്കാനായില്ലെന്നും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് പ്രതിസന്ധിയായെന്നും കൊച്ചി മേയർ എം അനിൽകുമാർ 24-നോട്. ഞങ്ങൾക്ക് ഈ പ്രവർത്തനം പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന ഗൗരവമായ വിമർശനം ഞങ്ങൾക്ക് അറിയാം. കാരണം ഞങ്ങൾ തന്നെ ഇപ്പോൾ കൊച്ചി തന്നെ നമ്മളൊരു മെയ് 15-ന് മുമ്പ് തീർക്കണമെന്ന് ധരിച്ചത്. പക്ഷെ അത് തീർന്നില്ല. കൊച്ചിയിലെ വെള്ളക്കെട്ടിനെക്കുറിച്ച് 8 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. പി.ആൻഡ്-ഡി കോളനി ഫ്ളാറ്റ് സമുച്ചയത്തെ ചോർച്ചയിൽ GCDA പരിശോധന തുടങ്ങി. കനത്ത മഴയിൽ ആലപ്പുഴ നഗരത്തിലടക്കം വെള്ളം കയറി. കുട്ടനാട്ടിൽ ജലനിരപ്പുയർന്നു. തോട്ടപ്പള്ളി സ്പിൽവേയിലെ 40 ഷട്ടറുകളിൽ 39 തുറന്നു. തണ്ണീർമുക്കം ബണ്ടിലെ ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. മീനച്ചിലാർ കരകവിഞ്ഞതോടെ കോട്ടയം, തിരുവാർപ്പ്, ഐമനം, ഇല്ലിക്കൽ, ചെങ്ങളം തുടങ്ങിയ മേഖലകളിൽ വെള്ളം കയറി. തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടിന് ആശ്വാസമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. എന്നാൽ വർക്കല ക്ലിഫിൽ വീണ്ടും കുന്നിടിഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.